അബദ്ധങ്ങളിൽ നിന്നും അബദ്ധങ്ങളിലേക്കുള്ള ഘോഷയാത്രയാണ് ഇപ്പോൾ ട്രംപിന്റെ ജീവിതം. സ്വതവേ സ്വേച്ഛാധിപതിയായ ട്രംപിന്റെ വാക്കുകൾക്ക് തന്റെ മൂക്കിന് താഴെ കിടക്കുന്ന സ്ഥലത്തു പോലും യാതൊരു വിലയുമില്ലെന്ന് മനസ്സിലായപ്പോൾ മൊത്തത്തിൽ വിറളി പിടിച്ചതുപോലെയായി കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്തെന്ന് ട്രംപിന് പോലും മനസ്സിലാകാതെ വന്നിട്ടുണ്ട് ഇപ്പോൾ എന്നാണ് കാലിഫോർണിയയിലെ ഇപ്പോഴത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. കുടിയേറ്റക്കാരെ അങ്ങേയറ്റം അധിക്ഷേപിച്ച ട്രംപിനെയാണ് ഇപ്പോൾ ലോകം കാണുന്നത്. കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിൽ നടക്കുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം. മാത്രമല്ല, കുടിയേറ്റ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ സൈന്യത്തെ വിന്യസിച്ചതിനെ ട്രംപ് ന്യായീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലോസ് ആഞ്ചലസ് രാജ്യാന്തര ഗുണ്ടാ സംഘങ്ങൾ നിറഞ്ഞ ചവറു കൂമ്പാരം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് തന്നെ. അനധികൃത കുടിയേറ്റക്കാരിൽ നിന്ന് നഗരത്തെ സ്വതന്ത്രമാക്കുകയും ക്രമസമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ആഭ്യന്തര കലാപം നേരിടാൻ സൈന്യത്തെ വിന്യസിക്കേണ്ടി വന്നാൽ അത് ചെയ്യുമെന്ന സൂചനയും ട്രംപ് നൽകിയിട്ടുണ്ട്. US സൈന്യത്തിന്റെ 250-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലായിരുന്നു ട്രംപിന്റെ ഈ പരാമർശങ്ങൾ. ലോസ് ആഞ്ചലസിലെ ഇപ്പോഴത്തെ കുഴപ്പം നിറഞ്ഞ സാഹചര്യത്തിന് കാരണം നിയന്ത്രണമില്ലാത്ത കുടിയേറ്റമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി. ഭൂമിയിലെ ഏറ്റവും വൃത്തിയുള്ളവും സുരക്ഷിതവും മനോഹരവുമായ നഗരം പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഒരു മാലിന്യ കൂമ്പാരമായി മാറി എന്നാണ് ലോസ് ആഞ്ചലസിലെ കുടിയേറ്റ പ്രശ്നത്തെക്കുറിച്ച് പ്രതികരിക്കവേ ട്രംപ് പറഞ്ഞത്. അന്തർദേശീയ സംഘങ്ങളുടെയും ക്രിമിനൽ ശൃംഖലകളുടെയും നിയന്ത്രണത്തിലാണ് ഈ നഗരം ഇപ്പോൾ. കാലിഫോർണിയയിൽ നിങ്ങൾ കാണുന്നത് സമാധാനത്തിനും ദേശീയ പരമാധികാരത്തിനുമെതിരെ വിദേശ പതാകകൾ ഏന്തിയ കലാപകാരികൾ നടത്തുന്ന ആക്രമണമാണ്. ലോസ് ആഞ്ചലസിൽ നടക്കുന്ന പ്രക്ഷോഭം നേരിടാൻ 700 മറൈൻ സൈനികരെയും 4000 നാഷണൽ ഗാർഡ് സൈനികരെയുമാണ് വിന്യസിച്ചിട്ടുള്ളത്. കാലിഫോർണിയ ഗവർണറുടെ ശക്തമായ എതിർപ്പ് അവഗണിച്ചാണ് സൈനികർ ലോസ് ആഞ്ചലസിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. പ്രാദേശികമായ പ്രക്ഷോഭം നേരിടാൻ സൈനികരെ ഉപയോഗിച്ചത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന രൂക്ഷ വിമർശനമാണ് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോം ഉയർത്തിയത്. ട്രംപ് ഫെഡറൽ അധികാരം ദുരുപയോഗം ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. പ്രക്ഷോഭം അടിച്ചമർത്താൻ നാഷണൽ ഗാർഡുകളെ ഇറക്കിയതിനെതിരെ കാലിഫോർണിയ സംസ്ഥാനം ട്രംപ് ഭരണകൂടത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുമുണ്ട്. രാഷ്ട്രീയ നേട്ടത്തിനായാണ് ട്രംപ് പ്രക്ഷോഭം ആളിക്കത്തിക്കുന്നതെന്ന് ഗവർണർ കുറ്റപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല, കുടിയൊഴിപ്പിക്കൽ കുറച്ചുകൂടി സ്പീഡിൽ നടക്കാൻ വേണ്ടി 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വക്കീൽ വേണ്ട എന്നും അവർക്ക് നേരിട്ട് കോടതിയിൽ ഹാജരാവാമെന്നുള്ള തീരുമാനവും ട്രംപ് ഇറക്കിയിട്ടുണ്ട്. അതേസമയം പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നത് പോലെ ലോസ് ഏഞ്ചൽസിൽ കുടിയേറ്റ വിരുദ്ധ റെയ്ഡിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾക്കിടയിൽ വ്യാപക കൊള്ള നടന്നുവെന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നഗരത്തിലെ പല പ്രമുഖ ബ്രാൻഡുകളുടെയും സ്റ്റോറുകളും മാസ്ക് ധരിച്ചെത്തിയവർ കൊള്ളയടിച്ചു എന്നാണ് പറയുന്നത്. അതേ തുടർന്ന് മാസ്ക് ധാരികളെ കണ്ടാൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വഷളായതിനെ തുടർന്ന് മേയർ കാരൻ ബാസ് പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള സംഘർഷത്തിനൊക്കെ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം മാസ്ക് ധാരികൾ ഇരച്ചെത്തി നഗരത്തിലെ ആപ്പിൾ സ്റ്റോർ കൊള്ളയടിക്കുകയുണ്ടായി. നിരവധി ഐഫോണുകളും മറ്റ് ആപ്പിൾ ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്നും മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയി. കൂടാതെ സ്ഥാപനം അടിച്ചു തകർക്കുകയും ചെയ്തു. അഡിഡാസ് ഷോറൂമിലും സമാനമായ രീതിയിൽ കൊള്ള നടന്നിട്ടുണ്ട്. പ്രമുഖ ബ്രാൻഡുകളുടെ സ്റ്റോറുകൾ കൂടാതെ ഫാർമസികൾ, മരിജുവാന ഡിസ്പെൻസറികൾ, ജ്വല്ലറി ഷോപ്പുകൾ തുടങ്ങിയ മറ്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.